പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലെഡ്ജർ എന്ന പുതിയ ഒരു ഭാഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജേണൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്ന രണ്ടാമത്തെ ബുക്കാണ് ലെഡ്ജർ. എന്താണ് ലെഡ്ജർ? ഇതിന് പല ആൻസർ നമുക്ക് പറയാം. ഒന്നാമത്തത്, ledger is a book in which various accounts are kept. ledger is a book in which various accounts are kept. വിവിധ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന ഒരു ബുക്കാണ് ലെഡ്ജർ. വിവിധ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന ഒരു ബുക്കാണ് ലെഡ്ജർ. ഇതാണ് ഒന്നാമത്തെ ആൻസർ. ലെഡ്ജർ ഈസ് എ ബുക്ക് ഇൻ വിച്ച് വേരിയസ് അക്കൗണ്ട്സ് ആർ കെപ്റ്റ്. വിവിധ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന ഒരു ബുക്കാണ് ലെഡ്ജർ. 2. It is a collection of all the accounts debited and credited in journal or special journals. It is a collection of all the accounts debited and credited in journal or special journal. ജേണലിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണലുകളിലോ ഡെബിറ്റ് ചെയ്തതും ക്രെഡിറ്റ് ചെയ്തതുമായ എല്ലാ അക്കൗണ്ടുകളുടെയും ഒരു കളക്ഷനാണ് ലെഡ്ജർ. It is a collection of all the accounts debited and credited in journal or special journals. ജേണലിലോ സ്പെഷ്യൽ ജേണലുകളിലോ ഡെബിറ്റ് ചെയ്തതും ക്രെഡിറ്റ് ചെയ്തതുമായ എല്ലാ അക്കൗണ്ടുകളുടെയും ഒരു ശേഖരണമാണ് അല്ലെങ്കിൽ ഒരു കളക്ഷനാണ് ലെഡ്ജർ. ഇങ്ങനെ 2 ആൻസർ നമുക്ക് പറയാം. എന്താണ് ആദ്യത്തെ ആൻസർ പറയുന്നത്? വിവിധ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന ഒരു ബുക്കാണ് ലെഡ്ജർ. 2, ജേണലിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണലുകളിൽ ഡെബിറ്റ് ചെയ്തതും ക്രെഡിറ്റ് ചെയ്തതുമായ എല്ലാ അക്കൗണ്ടുകളുടെയും ഒരു കളക്ഷനാണ് ലെഡ്ജർ. ഇത് തയ്യാറാക്കുന്നത് ജേണൽ എന്ന ബുക്കിന് ശേഷമാണ്, അല്ലെങ്കിൽ പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കിന് ശേഷമാണ് ലെഡ്ജർ തയ്യാറാക്കുന്നത്. ലെഡ്ജർ ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ദി ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കിന് ശേഷമാണ് ഇത് തയ്യാറാക്കുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി ഓർ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. അതുകൊണ്ട് തന്നെ ഇതിനെ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി, രണ്ടാമത്തെ രേഖപ്പെടുത്തലിൻ്റെ ബുക്ക് എന്ന് ഇതിനെ വിളിക്കുന്നു. ലെഡ്ജറിനെ രണ്ടാമത്തെ രേഖപ്പെടുത്തലിൻ്റെ ബുക്ക് എന്ന് വിളിക്കുന്നു. കാരണം പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കിന് ശേഷമാണ് ഇത് തയ്യാറാക്കുന്നത്. രണ്ടാമതായിട്ടാണ് ലെഡ്ജർ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ലെഡ്ജറിനെ നമ്മൾ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി, അവസാന രേഖപ്പെടുത്തലിൻ്റെ ബുക്ക് എന്ന് പറയുന്നു. ഈ ലെഡ്ജർ എന്ന ബുക്കിനെ നമ്മൾ കിങ് ഓഫ് ബുക്സ്, ബുക്കുകളിലെ രാജാവ് എന്ന് ആണ് പറയുന്നത്. ലെഡ്ജറിനെ നമ്മൾ കിങ് ഓഫ് ബുക്സ്, ബുക്കുകളിലെ രാജാവ് എന്ന് പറയുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു. ഇത് സാധാരണ 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. കിങ് ഓഫ് ബുക്സ് അത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ലെഡ്ജറിനെ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. നമുക്കറിയാം, ലെഡ്ജർ എന്ന് പറയുന്നത് ബുക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ബുക്കിൽ ധാരാളം പേജുകൾ സ്ഥിതി ചെയ്യുന്നു. ലെഡ്ജർ കണ്ടെയ്ൻസ് സെവറൽ ബുക്സ്. ലെഡ്ജർ എന്നുള്ളത് ബുക്കാണ്. ആ ബുക്കിൽ ധാരാളം പേജുകൾ ഉൾപ്പെടുന്നു. ഇതിലുള്ള ഓരോ പേജും ഓരോ അക്കൗണ്ടിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വിവിധ അക്കൗണ്ടുകൾക്ക് വേണ്ടി വേറിട്ട പേജുകൾ ഉപയോഗിക്കുന്നു. നമുക്കറിയാം, ഒരു ലെഡ്ജർ എന്ന് പറയുന്നത് ബുക്കാണ്. ബുക്കായതുകൊണ്ട് തന്നെ ധാരാളം പേജുകൾ അവയ്ക്കുണ്ട്. ഓരോ പേജും ഓരോ അക്കൗണ്ടിന് വേണ്ടി നമ്മൾ നൽകുന്നു. ഒരു ജേണലിൽ ഡെബിറ്റ് ചെയ്തതും ക്രെഡിറ്റ് ചെയ്തതുമായ ധാരാളം അക്കൗണ്ടുകളുണ്ട്. ആ ഡെബിറ്റ് ചെയ്തതും ക്രെഡിറ്റ് ചെയ്തതുമായ അക്കൗണ്ടുകൾക്ക് വേണ്ടി ലെഡ്ജറിലെ ഓരോ പേജും നമ്മൾ ഉപയോഗിക്കുന്നു. അതിലൊരു പേജ് ചിലപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് വേണ്ടിയായിരിക്കും, രണ്ടാമത്തെ പേജ് ക്യാപിറ്റൽ അക്കൗണ്ടിനായിരിക്കും, മൂന്നാമത്തത് പർച്ചേസിനായിരിക്കും, നാലാമത്തത് സെയിൽസിന് വേണ്ടിയായിരിക്കും. അങ്ങനെ ഓരോ അക്കൗണ്ടിനും വേണ്ടി ഓരോ പേജ് ലെഡ്ജർ ബുക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നു. All transactions relating to
particular account are written in one page in the book of ledger. All transactions relating to particular account are written in one page in the book of ledger. ഒരു പ്രത്യേക അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളും ലെഡ്ജർ ബുക്കിലെ ഒരു പേജിൽ രേഖപ്പെടുത്തുന്നു. പറഞ്ഞു മനസ്സിലായോ? ഒരു പ്രത്യേക അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളും ലെഡ്ജർ ബുക്കിലെ ഒരു പേജിൽ രേഖപ്പെടുത്തുന്നു. ഉദാഹരണം, ക്യാഷ് അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളും ലെഡ്ജർ ബുക്കിലെ ക്യാഷിന് വേണ്ടി നീക്കിവെച്ച പേജിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഒരു പ്രത്യേക അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളും ലെഡ്ജർ ബുക്കിലെ ഒരു പേജിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? So, the net result of a group of transactions relating to a particular account are obtained from ledger at a glance. So, the net result of a group of transactions relating to a particular account are obtained from ledger at a glance. അതുകൊണ്ട് ഒരു പ്രത്യേക അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന ഒരു കൂട്ടം ഇടപാടുകളുടെ നെറ്റ് റിസൾട്ട്, അറ്റഫലം ലെഡ്ജറിൽ നിന്നും ഒറ്റ നോട്ടത്തിൽ ലഭിക്കുന്നു. എന്താ പറഞ്ഞത്? ഒരു പ്രത്യേക അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളും ലെഡ്ജറിന് വേണ്ടി നീക്കിവെച്ച ഒരു പേജിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിന് വേണ്ടി നീക്കിവെച്ച പേജിൽ ക്യാഷ് അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളും നമ്മൾ രേഖപ്പെടുത്തും. ക്യാഷ് അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന ഒരു കൂട്ടം ഇടപാടുകളുടെ നെറ്റ് റിസൾട്ട് ലെഡ്ജറിൽ നിന്നും ഒറ്റ നോട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നു. എന്താ ഇവിടെ പറഞ്ഞത്? ഒരു പ്രത്യേക അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളും ലെഡ്ജർ ബുക്കിലെ ഒരു പേജിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഒരു പ്രത്യേക അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന ഒരു കൂട്ടം ഇടപാടുകളുടെ അറ്റഫലം ലെഡ്ജറിൽ നിന്നും ഒറ്റ നോട്ടത്തിൽ ലഭിക്കുന്നു. ഉദാഹരണമായി പർച്ചേസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, പർച്ചേസ് അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളും ലെഡ്ജർ ബുക്കിൽ പർച്ചേസിന് വേണ്ടി നീക്കിവെച്ച ഒരു പേജിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടുമായി ബന്ധപ്പെടുന്ന ഒരു കൂട്ടം ഇടപാടുകളുടെ നെറ്റ് റിസൾട്ട് ലെഡ്ജറിൽ നിന്നും ഒറ്റ നോട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നു. എന്താണ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി നമുക്ക് പറയാം. അക്കൗണ്ട് ഈസ് എ സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ ഐറ്റം ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ്. ഇറ്റ് ഈസ് എ സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ ഐറ്റം ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ്. ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു പ്രത്യേക ഇനവുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളുടെയും ഒരു ക്രോഡീകരിച്ച പത്രികയാണ് അക്കൗണ്ട്. ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു പ്രത്യേക ഇനവുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളുടെയും ഒരു ക്രോഡീകരിച്ച പത്രികയാണ് അക്കൗണ്ട്. An account is in T-shape. ഒരു അക്കൗണ്ട് ടി ഷേപ്പിലാണ്, ക്യാപിറ്റൽ ലെറ്റർ ടി ഷേപ്പിലാണ് അക്കൗണ്ട്. ഇറ്റ് ഹാസ് ടു സൈഡ്. ഇവയ്ക്ക് രണ്ട് വശങ്ങളുണ്ട്. ഈ അക്കൗണ്ടിന് രണ്ട് വശങ്ങളുണ്ട്. ലെഫ്റ്റ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ഈസ് കാൾഡ് ഡെബിറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ഈസ് കാൾഡ് ഡെബിറ്റ് സൈഡ്. അക്കൗണ്ടിൻ്റെ ഇടതുവശത്തെ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്ന് വിളിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഡെബിറ്റ് സൈഡ് ഉപയോഗിക്കുക? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഡെബിറ്റ് എൻട്രീസ്. ഡെബിറ്റ് എൻട്രികൾ രേഖപ്പെടുത്തുന്നതിനാണ് ഡെബിറ്റ് സൈഡ് ഉപയോഗിക്കുന്നത്. അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഉപയോഗിക്കുന്നത് ഡെബിറ്റ് എൻട്രികൾ രേഖപ്പെടുത്താനാണ്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് രേഖപ്പെടുത്താനാണ് ഡെബിറ്റ് സൈഡ് ഉപയോഗിക്കുന്നത്. ഡെബിറ്റിൻ്റെ എൻട്രികൾ രേഖപ്പെടുത്താനാണ് ഡെബിറ്റ് സൈഡ് ഉപയോഗിക്കുന്നത്. കാരണം ഒരു ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ഉണ്ട്, ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ഉണ്ട്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്താനാണ് ഡെബിറ്റ് സൈഡ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടിൻ്റെ വലതുവശത്തെ നമ്മൾ എന്താ വിളിക്കുക? റൈറ്റ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ഈസ് കാൾഡ് ക്രെഡിറ്റ് സൈഡ്. ഒരു അക്കൗണ്ടിൻ്റെ വലതുവശത്തെ ക്രെഡിറ്റ് സൈഡ് എന്ന് വിളിക്കുന്നു.
അക്കൗണ്ടിൻ്റെ വലതുവശത്തെ ക്രെഡിറ്റ് സൈഡ് എന്ന് വിളിക്കുന്നു. എന്തിനാ ക്രെഡിറ്റ് സൈഡ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ക്രെഡിറ്റ് എൻട്രീസ്. ക്രെഡിറ്റ് എൻട്രികൾ രേഖപ്പെടുത്തുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്രെഡിറ്റ് സൈഡ് ക്രെഡിറ്റ് എൻട്രികൾ രേഖപ്പെടുത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്. എന്താ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു പ്രത്യേക ഇനവുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇടപാടുകളുടെയും ഒരു ക്രോഡീകരിച്ച പത്രികയാണ് അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ടി ഷേപ്പിലാണ്, ക്യാപിറ്റൽ ലെറ്റർ ടി ഷേപ്പിലാണ് അക്കൗണ്ട്. ഇവയ്ക്ക് 2 വശങ്ങളുണ്ട്. അക്കൗണ്ടിൻ്റെ ഇടതുവശത്തെ ഡെബിറ്റ് സൈഡ് എന്ന് വിളിക്കുന്നു. ഇത് ഡെബിറ്റ് എൻട്രികൾ രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്നു. അക്കൗണ്ടിൻ്റെ വലതുവശത്തെ ക്രെഡിറ്റ് സൈഡ് എന്ന് വിളിക്കുന്നു. ഇത് ക്രെഡിറ്റ് എൻട്രികൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഈ പോസ്റ്റിംഗ് നടത്തുക എന്നത് നമുക്കൊന്ന് നോക്കാം. 2018 ജനുവരി 1 അലൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അലൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. എന്താണ് ഇവിടെ വരുന്ന ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 50,000 ടു ക്യാപിറ്റൽ അക്കൗണ്ട് 50,000. ഇതാണ് ജേണൽ എൻട്രി. ഇവിടെ എത്ര അക്കൗണ്ട് ഉണ്ട്? ഇവിടെ 2 അക്കൗണ്ട് ഉണ്ട്. ഏതൊക്കെയാണ് അക്കൗണ്ട്? ഒരു ക്യാഷ് അക്കൗണ്ടും ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും. അങ്ങനെയെങ്കിൽ ലെഡ്ജറിലെ ഒരു പേജ് ഏതിനു വേണ്ടി നൽകണം? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന് വേണ്ടി നൽകണം. ഏതാ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിൽ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടിന് വേണ്ടി കൊടുക്കണം. ക്യാഷ് അക്കൗണ്ട് ഏത് അക്കൗണ്ടാണ്? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടോ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടാണ്. ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടാണ്. ഇവിടെ എത്ര അക്കൗണ്ട് ഉണ്ടാക്കണം? 2 അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കാം. നമ്മളിവിടെ വരച്ച് വെക്കണം. സാധാരണ ഒരു വ്യാപാര സ്ഥാപനത്തിലാണെങ്കിൽ ലെഡ്ജർ എന്നുള്ളത് ഒരു ബുക്കാണ്. അതൊരു ബുക്കാണ്. ആ ബുക്കിൻ്റെ ആ പേജ് തലക്കെട്ടിൻ്റെ സ്ഥാനത്ത് നമ്മൾ അവിടെ ക്യാഷ് അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് എഴുതിയാൽ മതി. നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ അക്കൗണ്ട് വരയ്ക്കണം. അക്കൗണ്ട് എങ്ങനെ വരയ്ക്കുക എന്നത് ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. അക്കൗണ്ട് ടി ഷേപ്പിലാണ്. ഇവയ്ക്ക് 2 സൈഡുകളുണ്ട്. പിന്നെ ഇടതുവശത്തെ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്ന് വിളിക്കുന്നു, വലതുവശത്തെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് എന്ന് വിളിക്കുന്നു. ഡെബിറ്റ് സൈഡിൽ 4 കോളങ്ങളുണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ. ഇവിടെ വരിക ജേണൽ ഫോളിയോ എന്നാണ്. LF എന്നല്ല, ജേണൽ ഫോളിയോ. JF എന്നാണ് അവിടെ എഴുതേണ്ടത്. JF ഇവിടെ തെറ്റിപ്പോയതാണ്. JF ജേണൽ ഫോളിയോ. എമൗണ്ട് അതുപോലെ മറുഭാഗത്തും ഇതുപോലെ തന്നെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ. ലെഡ്ജർ ഫോളിയോ എന്നല്ല, ജേണൽ ഫോളിയോ എന്നാണ്. അത് തിരുത്തുക. ഓക്കെ. ഇനി അക്കൗണ്ടിൻ്റെ ഇടതുവശത്ത് 4 കോളങ്ങളുണ്ട്. അതേപോലെ വലതുവശത്തും എത്ര കോളങ്ങളുണ്ട്? 4 കോളങ്ങളുണ്ട്. ഇനി എന്താണ് പോസ്റ്റിംഗ്? പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ജേണൽ എൻട്രീസ് ഫ്രം ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ടു ലെഡ്ജർ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ജേണൽ എൻട്രീസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ. ജേണലിൽ നിന്നും അല്ലെങ്കിൽ പ്രാഥമിക രേഖപ്പെടുത്തലിൻ്റെ ബുക്കിൽ നിന്നും ലെഡ്ജറിലേക്ക് ജേണൽ എൻട്രികൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പ്രക്രിയയാണ് പോസ്റ്റിംഗ്. ആദ്യമായി നമ്മൾ ട്രാൻസാക്ഷൻ ജേണലിൽ എഴുതി. അവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെയും പേര് വെച്ചാണ് നമ്മൾ എഴുതിയത്. അതിനെ നമ്മൾ പറയുന്ന പേര് ജേണൽ എൻട്രി. ആ ജേണൽ എൻട്രികൾ ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ജേണലിൽ നിന്നും ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് ജേണൽ എൻട്രികൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. It is the process of transferring journal entries from journal to ledger. ജേണലിൽ നിന്നും ലെഡ്ജർ ബുക്കിലേക്ക് അല്ലെങ്കിൽ ലെഡ്ജറിലേക്ക് ജേണൽ എൻട്രികൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പ്രക്രിയയാണ് പോസ്റ്റിംഗ്. പ്രത്യേകം ഓർമ്മിക്കുക,
അതേസമയം ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ജേണലൈസിങ്? ജേണൽ ബുക്കിൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ജേണലൈസിങ്. ആ ജേണൽ എൻട്രികൾ, അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ജേണൽ എൻട്രികൾ അടുത്ത രണ്ടാമത്തെ ബുക്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, സ്ഥലം മാറ്റി എഴുതണം. അങ്ങനെ ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് ജേണൽ എൻട്രികൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. ഇതിന് 2 റൂളുണ്ട്. സാധാരണ ഒരു ജേണൽ എൻട്രിയിൽ എത്ര ആസ്പെക്റ്റ് ഉണ്ട്? 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട്. ഒരു സാധാരണയായിട്ട് ഒരു ട്രാൻസാക്ഷനിൽ 2 അക്കൗണ്ടുകളുണ്ട്. ഒന്ന് ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട്. നമ്മൾ നേരത്തെ കണ്ടു എന്തിനാണ് ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നീ പദങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു. എന്തിനാ? ഒരു അക്കൗണ്ടിൻ്റെ ഇടതുവശത്താണോ അതോ വലതുവശത്താണോ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഡെബിറ്റും ക്രെഡിറ്റും പദങ്ങൾ ഉപയോഗിക്കുന്നത്? ഒരു അക്കൗണ്ട് ടി ഷേപ്പിലാണല്ലോ, ഇടതുവശം വലതുവശം ഇങ്ങനെ 2 വശങ്ങളുണ്ട്. ഒരു അക്കൗണ്ടിൻ്റെ ഇടതുവശത്താണോ അതോ വലതുവശത്താണോ ഇടപാട് രേഖപ്പെടുത്തേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നത്. ഡെബിറ്റ് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അക്കൗണ്ടിൻ്റെ ഇടതുവശത്ത് രേഖപ്പെടുത്തേണ്ടതാണ് എന്നാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് ഡെബിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് ക്യാഷ് അക്കൗണ്ടിന് നേർക്ക് നമ്മൾ ഡെബിറ്റ് എന്ന് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുക? അക്കൗണ്ടിൻ്റെ വലതുവശത്താണ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് ക്രെഡിറ്റ് എന്ന പദം ഉപയോഗിക്കുന്നത്. ഇവിടെ പോസ്റ്റിങ്ങിന് വേണ്ടി 2 റൂളുകളുണ്ട്. നമ്മൾ കണ്ടു, ഒരു ജേണൽ എൻട്രിയിൽ ഒരു ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടും ഒരു ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടും ഉണ്ട്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിനുള്ള റൂൾ എന്താണ്, ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിനുള്ള റൂൾ എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് റൂൾ ഓഫ് പോസ്റ്റിങ്ങിൻ്റെ റൂള്. ഇൻ ഡെബിറ്റഡ് അക്കൗണ്ട്സ് പോസ്റ്റിംഗ് ഷുഡ് ബി മെയ്ഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് വിത്ത് ദ നെയിം ഓഫ് ഇറ്റ്സ് ക്രെഡിറ്റഡ് അക്കൗണ്ട്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൽ അതിൻ്റെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി ഡെബിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് നടത്തണം. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൽ, ഉദാഹരണത്തിന് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. 2 അക്കൗണ്ട് നമ്മൾ വരച്ചു. ആ 2 അക്കൗണ്ടിന് നമ്മൾ പേര് കൊടുത്തു. ഒന്ന് ക്യാഷ് അക്കൗണ്ട്, 2 ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിൽ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ട്. ഇനി ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ആണല്ലോ. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൽ, അതായത് ക്യാഷ് അക്കൗണ്ടിൽ അതിൻ്റെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി, അതിൻ്റെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ഏതാണ്? ആ അക്കൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആസ്പെക്റ്റ് ഏതാണെന്ന് നോക്കുക. അതിൻ്റെ ക്രെഡിറ്റ്, ആ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പേരോടുകൂടി ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇടതുവശത്ത് പോസ്റ്റിംഗ് നടത്തണം. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് പോസ്റ്റിംഗ് നടത്തേണ്ടത്? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൽ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി പോസ്റ്റിംഗ് നടത്തണം. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൽ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി പോസ്റ്റിംഗ് നടത്തണം. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് എഴുതണം. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റ് രേഖപ്പെടുത്തണം. ഇനിയും ചുരുക്കാം, എന്താ? ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം. ഇതാണ് റൂള്. എന്താ റൂള്? ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം. എന്താ അതിൻ്റെ അർത്ഥം? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റിൻ്റെ പേര് രേഖപ്പെടുത്തണം. ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം. അങ്ങനെയാണെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ക്രെഡിറ്റിൻ്റെ പേര് എഴുതണം. റൂൾ ഇതാണ്. ഡെബിറ്റഡ് അക്കൗണ്ടിൽ
അതിൻ്റെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി ഡെബിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് നടത്തണം. അത് ചുരുക്കിയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം. ഇത് മാത്രം പഠിച്ചാൽ മതി. പർച്ചേസ് ദ ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേര് പർച്ചേസ് അക്കൗണ്ട്. അത് ഡെബിറ്റ് ആണോ നോക്കുക. യെസ്, അത് ഡെബിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടതുവശത്താണോ വലതുവശത്താണോ നമ്മൾ എഴുതേണ്ടത്? അതിൻ്റെ ഇടതുവശത്താണ് അല്ലേ, ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതേണ്ടത്. കാരണം ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടാണ്. ഇനി എന്താണ് അവിടെ എഴുതേണ്ടത്? അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ പേരാണ്, അതിൻ്റെ ക്രെഡിറ്റിൻ്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. സ്വന്തം പേര് ഒരിക്കലും അക്കൗണ്ടിൻ്റെ അകത്ത് വരില്ല, അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ പേരാ വരിക. മനസ്സിലായോ? സ്വന്തം പേര് ക്യാഷ് അക്കൗണ്ടിൽ ഒരിക്കലും ക്യാഷ് അക്കൗണ്ട് എന്ന് ഇതിൻ്റെ അകത്തുണ്ടാവില്ല. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ പേരേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൽ അതിൻ്റെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി ഡെബിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് നടത്തണം. അത് ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞത്, ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രിയിൽ മറ്റൊരു ആസ്പെക്റ്റ് ഉണ്ട്. ഏതാ? ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ഉണ്ട്. എങ്ങനെയാണ് ക്രെഡിറ്റഡ് അക്കൗണ്ടിൽ പോസ്റ്റിംഗ് നടത്തുക? നിങ്ങൾ തന്നെ ആലോചിച്ച് പറഞ്ഞേ. ഇൻ ക്രെഡിറ്റഡ് അക്കൗണ്ട്സ് പോസ്റ്റിംഗ് ഷുഡ് ബി മെയ്ഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് വിത്ത് ദ നെയിം ഓഫ് ഇറ്റ്സ് ഡെബിറ്റഡ് അക്കൗണ്ട്. ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൽ അതിൻ്റെ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് നടത്തണം. ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൽ അതിൻ്റെ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് നടത്തണം. എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൽ അതിൻ്റെ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് നടത്തണം. ചുരുക്കി എങ്ങനെ പറയാം? ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തെഴുതണം? ഡെബിറ്റ് എഴുതണം. ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. ആദ്യത്തേത് ഡെബിറ്റിൻ്റെ റൂള് എന്താ? ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം. ക്രെഡിറ്റിൻ്റെ റൂൾ എന്താണ്? ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് എഴുതണം. ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം. ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് എഴുതണം. ഇതറിയുമെങ്കിൽ പോസ്റ്റിംഗ് വളരെ എളുപ്പമാണ്. എന്താ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ജേണൽ എൻട്രികൾ ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പ്രക്രിയയാണ് പോസ്റ്റിംഗ്. ഒരു ജേണലിൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും. സാധാരണയായി ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും. ആ ഡെബിറ്റിനെ നമ്മൾ പറയുന്ന പേര് ഡെബിറ്റഡ് അക്കൗണ്ട്, ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട്. ക്രെഡിറ്റിനെ നമ്മൾ പറയാം ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട്സ്. എങ്ങനെയാണ് പോസ്റ്റിംഗ് നടക്കുക? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൽ അതിൻ്റെ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി ഡെബിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് നടത്തണം. ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൽ അതിൻ്റെ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് നടത്തണം. ഒരു ഉദാഹരണം നമുക്കൊന്ന് നോക്കാം. 2015 ജനുവരി 1 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. ജേണൽ എൻട്രി ഇതാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 1 lakh ടു ക്യാപിറ്റൽ അക്കൗണ്ട്സ് 1 lakh. ഏതാ ഡെബിറ്റഡ് അക്കൗണ്ട്? ക്യാഷ് അക്കൗണ്ട്. ഏതാണ് ക്രെഡിറ്റഡ് അക്കൗണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കണം? 2 അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കണം. ആദ്യത്തെ അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ട്. ഒരു ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കണം. ഇതാണ് ഡെബിറ്റഡ് അക്കൗണ്ട്. ഒരു ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കി. ഇനി രണ്ടാമതായി ഉണ്ടാക്കേണ്ട അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇത് ഏത് അക്കൗണ്ടാണ്? ഇത് ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കി. ഇനി പോസ്റ്റിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് അക്കൗണ്ടാണ്. എവിടെയാണ് പോസ്റ്റിംഗ് നടത്തേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അതുകൊണ്ട് അതിൻ്റെ റൂള് ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം. ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതണം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതണം. മനസ്സിലായോ? ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ എന്ന് എഴുതണം. എവിടെ എഴുതേണ്ടത്? എന്താ റൂള്? ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൽ അതിൻ്റെ ക്രെഡിറ്റിൻ്റെ പേരോടുകൂടി ഡെബിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് നടത്തണം. ക്യാഷ് അക്കൗണ്ട് എടുക്കുക. എവിടെയാണ് പോസ്റ്റിംഗ് നടത്തേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റിംഗ് നടത്തേണ്ടത് അല്ലേ? എന്താ നമ്മൾ എഴുതേണ്ടത്? ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓപ്പോസിറ്റിൻ്റെ പേരാണ് എഴുതേണ്ടത്.
എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് അവിടെ എഴുതേണ്ടത് അല്ലേ. ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുക. അവിടെ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് കൊടുക്കുക 2015 ജനുവരി 1. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. ആ അക്കൗണ്ടിൻ്റെ അകത്ത് ഒരിക്കലും ക്യാഷ് അക്കൗണ്ട് എന്ന് വരില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരിക. അതിൻ്റെ ഓപ്പോസിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്. ജേണൽ ഫോളിയോ കോളം എന്നാണ് ഇവിടെ LF കോളം എന്നാണ് എഴുതിയത്, അത് തെറ്റാണ്. അത് വരിക ജേണൽ ഫോളിയോ കോളം. അവിടെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വിട്ടു. ഡെബിറ്റ് എമൗണ്ട് 1 lakh. ഇനി ഇത് പോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞു. ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതി. ഇനി അടുത്തത് ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് എടുക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താ റൂള്? ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൽ അതിൻ്റെ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ പേരോടുകൂടി ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് നടത്തണം. അത് ചുരുക്കി നമ്മൾക്ക് എങ്ങനെ പറയാം? ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് എഴുതണം. ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് എഴുതണം. ഏതവിടെ ക്രെഡിറ്റ്? ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റായ ക്യാഷ് അക്കൗണ്ട് എഴുതണം അല്ലേ. എവിടെ എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എമൗണ്ട് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എഴുതേണ്ടത്. നമ്മളവിടെ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് കോളത്തിൽ നമ്മൾ ഡേറ്റ് എഴുതി 2015 ജനുവരി 1. എമൗണ്ട് കോളത്തിൽ 1 lakh. ഇങ്ങനെയാണ് പോസ്റ്റിംഗ് നമ്മൾ നടത്തുന്നത്. ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതും, ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് എഴുതും. ഡെബിറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എഴുതും, ക്രെഡിറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് എഴുതും.